തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ വന്നാൽ പിന്നെ അതൊന്ന് കാണാൻ പോകണ്ടേ. അങ്ങനെ കഴിഞ്ഞ കൊല്ലം അത് കാണാൻ പോയ വീഡിയോ ആണിത്. അതായത് 2024 ഐ നോ കുറച്ച് ലേറ്റായി, ബട്ട് നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ലുലു ഡൗൺ ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുക. ആദ്യം തന്നെ ലുലു ഡെയിലി കാണിച്ചു തരാം. ഗ്രേപ്സ് എടുത്താലോ? ഗ്രേപ്സ് എടുക്കണേ. ഒന്നിന് വെള്ളമുണ്ടോ? അപ്പൊ ഒരു കവർ എടുത്തേടാ. കവർ അവിടെ ഉണ്ട്. അവിടെ പ്രൊഫഷണൽ ആ തൂക്കിക്കണം. എത്ര റേറ്റ് എന്നറിയില്ല. ഇതായിരിക്കും റേറ്റ്. മുന്തിരി എത്ര വെയിറ്റ് ഉണ്ട് നോക്കണേട്ട് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വിട്ടാ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു 1 കിലോന് മുകളിൽ ഉണ്ടാവുന്നു, പക്ഷെ 1 കിലോൻ്റെ താഴെ ഉണ്ടായില്ല. അപ്പോൾ അത് പറഞ്ഞുള്ള ഫൈറ്റാണ്. 179 രൂപ. പിന്നെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് ബീഫിൻ്റെ ടോപ്പ് പോർഷൻ എടുത്തു. ടോപ്പ് പോർഷൻ നല്ല ടെൻഡർ ആയിരിക്കുമല്ലോ. പിന്നെ അതൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചു. തലച്ചോറാ എവിടെയാടാ? ഇതൊന്നും അധികം ആൾക്കാർ വാങ്ങില്ല. എനിക്കെന്താ നീ കഴിച്ചു. എനിക്ക് ഇതിന്ന് എന്തേലും ബീഫ് ബർഗറിന്റെ പാറ്റ് ചെയ്തടാ. വേണോ? ആ പാറ്റ് മേടിച്ച പിന്നെ ഉണ്ടാക്കാതെ. ആ പാറ്റ് മേടിച്ചു. ബർഗർ ഉണ്ടാക്കും. ലെറ്റ്യൂസ് മേടിക്കും. എന്താ നിന്റെ അഭിപ്രായം? ബർഗർ ഉണ്ടാക്കും. വീഡിയോ ഒരു 3 മേടിച്ചു. എന്താ നീ പറഞ്ഞ ഉണ്ണി? മട്ടൻ പായ ലിവറാ. ആ ലിവർ ശരി കളർഫുൾ. പക്ഷേ ഇഷ്ടം ആടിന്റെ തല. കാല് സൂപ്പിലിടാനോ? ആടിന്റെ തല എടാ. മറ്റേ ഇന്ത്യൻ സ്റ്റൈനൊക്കെ ഉണ്ട് കണ്ടോ? മട്ടൻ്റെ ബ്രെയിൻ ഇങ്ങനെ ഇരിക്കും. മട്ടൻ എന്നാണ് എനിക്ക് മട്ടനോട് എന്തോ ഒരു ഇഷ്ടം. എന്താ ഇതിൻ്റെ യൂസ് എന്താണെന്ന് അറിയാമായിരിക്കും കമൻറ്റ് ബിലോ. എനിക്കറിഞ്ഞൂടാ, അതുകൊണ്ടാണ്. ഇത് മറ്റേ ടിക്ക. ആ തന്നെ. യെസ്. മീറ്റിൻ്റെ ഓപ്പോസിറ്റ് ഗ്രിൽ സെക്ഷൻ. ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ പ്രോൺസിൻ്റെ ഈ പ്രോൺസിൻ്റെ സൈസ് കണ്ടറിയാലോ. പക്ഷെ നമ്മൾ കുറഞ്ഞു നോക്കി നടന്നതാ. എടാ ഇത് മാന്തളല്ലേ? ഇത്ര വലിയ മാന്തള കണ്ടിട്ടില്ല. സുന്ദരി മാന്തള. ശ്രാവ അമ്മയ്ക്ക് ഭയങ്കര ഫേവറേറ്റ്. ആ ഞണ്ട് ഞാൻ കണ്ടു. തല കട്ട് ചെയ്ത്. എടാ ഈ മീൻ എന്താടാ പറയാ? ചൂടെ. ഈ മീൻ നെത്തോലി എന്ന് പറയും. ആ ഞാനും കണ്ടപ്പോ ഒരു ആകർഷണം തോന്നി. എന്താ വില? 1000. അതിനുള്ള ടൈഗർ പോൺസ് 1000 മേടിക്കലായി. കക്ക. ആ ഇതാണ് മറ്റേ ടൂണ. മറ്റേ എല്ലാ അധികവും മറ്റേ കറിയിലുണ്ടാവില്ലടാ. പാക്കറ്റ് ആയിട്ടുള്ള കറി. പക്ഷെ ഇതിൻ്റെ ബ്ലാക്ക് ബാഗ് കാണുമ്പോൾ എന്താ പൂവന്നാ ഇത് മറ്റേ അല്ല അതിനൊരു രസമുള്ള സാധനം. ഇതിൻ്റെ റെഡൊക്കെ പൈപ്പ് നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വില നോക്കണം. ഇതൊന്ന് മേടിച്ചിട്ട് ഫൈറ്ററല്ലേ പണ്ടുണ്ടായിരുന്നു. 169 രൂപ. വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാവുന്നതാണ്. വേണ്ട. അവിടെ അക്കോരൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ കൊടുത്തതാ. മേടിച്ചില്ല. ഒരു മധുരമുള്ള വൈന്. അങ്ങനെയില്ല, മധുരമുള്ള വൈന അത് മതി. അത് ആക്ച്വലി വൈനല്ല. ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞിടും. ആര് കുടിക്കാനാ? പച്ചയൊന്നും വേണ്ട ഗൈസ്. ആര് കുടിക്കില്ല. അവിടെ വയ്ക്കാം. ആൽക്കഹോൾ ഫ്രീ. പക്ഷെ വേണ്ട. ഇതാ പിന്നെന്താ
ആ മധുരണ്ടോ ആഡഡ് ഷുഗർ ഉണ്ടോ ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഷുഗർ ആഡത്തിൽ എഴുതിയിട്ടില്ല. വൈറ്റ് ജ്യൂസ് ഷുഗർ ആഡ് നോ ഷുഗർ ആഡഡ് അവിടെ വെച്ചോ. എനിക്ക് വേണ്ട, എനിക്ക് വല്ല ഷുഗർ ഉള്ളത്. ഹാൻഡിൽ വിത്ത് കയറ്. 700 രൂപ. ആ റെഡിൻ്റെ തന്നെ ഗ്രേപ്പ് ഇതുണ്ട്. ഛേ ഗ്രീൻ ഉണ്ട്, ഗ്രീൻ. നോ ഷുഗർ ആണെങ്കിൽ വേണ്ട, നോ ഷുഗർ വേണ്ട. സെക്ഷൻ പലതരം ചീസാ. ആട്ട വേണം. ഇവിടെ മാങ്ങ എടുത്തു വെച്ചേണ്ട, നൈസല്ലേ. ഇവിടുന്ന് നോക്കുമ്പോഴേ നൈസാ, കളർ. ആ പക്ഷെ വേണ്ട, പച്ച എടുത്താൽ വെയിറ്റ് പച്ചക്കില്ല. പക്ഷെ പച്ച ഒരു രസമല്ലല്ലോ, ചീഞ്ഞത്. ബജ്ജി മുളക് എടുത്താലോ. ഇത് പിടിച്ചോണ്ട് 47 കുക്കുംബർ 89 രൂപ. ക്യാരറ്റിന് 89 ഉണ്ടോ കറന്റ്? കുക്കുംബർ കൂടി എടുത്തു ഗൈസ്. 390 അരയാണത്. അരയ്ക്ക് 234. മറ്റേത് ഒന്നിന് 300 എന്നല്ലേ പറഞ്ഞത്? ആ അപ്പോൾ എന്താ പറയുക, ഇതെടുക്കല്ലേ ലാഭം. ജ്യൂസ്. ഓ കോക്കനട്ട് എന്ന് വെച്ചാൽ ഇളനീര്. കരിക്ക് വേണോ? കരിക്കൻ വെള്ളം വേണോ? ഉണ്ണിക്ക് അതിലൊരു കണ്ണുണ്ട് നോക്കി. പക്ഷെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും. സൂപ്പറാ സൂപ്പറാ. എന്നാ അത് എടുത്താലോടാ ഉണ്ണി. മടുക്കോ? നിങ്ങൾ ഈ ബ്രാൻഡിൻ്റെ പോമഗ്രാനൈറ്റ് ജ്യൂസ് കിട്ടിയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ശരിക്കും പോമഗ്രാനൈറ്റ് ജ്യൂസ് ദ റിയൽ വൺ അങ്ങനെ തോന്നും. ആർട്ടിഫിഷ്യൽ ആയിരിക്കും, ബട്ട് നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യും. ആരെയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്ട്രോബെറിക്ക് 300. പിന്നെ ഞാൻ മൾബറി എടുത്തു വിട്ടാൽ 219 രൂപ. അത് എനിക്കിഷ്ടമായി. പിന്നെ റെഡ് കറൻ്റൊക്കെ ഞാൻ അവിടെ കണ്ടു. 49 രൂപ. ഇത് കണ്ടാ, ഇത് റെഡ് കറൻ്റാ. 1000 രൂപ. ആ അതാ ഞാൻ പറഞ്ഞത്, കാണിച്ചോ നിങ്ങൾക്ക്. ലെറ്റ്യൂസ് വാടിയതാകാം. ഇവർക്ക് എല്ലാം ഉണ്ട്. പെരി പെരി ഉണ്ട്. പിന്നെന്താ, ലെമൺ, ഓണിയൻ, ചില്ലി, ഷെഷ്വാൻ. പണ്ട് ഇത് ഓർമ്മ ഉണ്ടല്ലോ എനിക്ക്, ഒരു വലിയ വീട്ടിൽ മേടിച്ച് മില്ലറ്റിൻ്റെ നൂഡിൽസ്. ഭയങ്കര ഹെൽത്തിയാണെന്ന് പറയുന്നത്. നൂഡിൽസ് ഞാൻ ട്രൈ ചെയ്ത് പറഞ്ഞുതരാം. ഇവരെ കൊണ്ടൊന്നും കൊള്ളില്ല. അത് കുറച്ച് സാധനം വേണ്ടല്ലോ. ദാവത്തിന്റെ റൈസ് ഇത് നല്ലതാന്നാ പറഞ്ഞ്. 250 വേണ. പിന്നെ ഓഫറിൽ ഇത് ക്വാളിറ്റി കൂടിയ റൈസാ. ദാവത്ത് 250 വേണ. ട്രൈ ചെയ്തോക്കാം. ശരി, അത് 2 കിലോ. ഇനി എന്താ ഇത്ര വേണ്ട? നോർമൽ പുട്ട് വേണ്ടെന്നാ. 1599. ഇതെന്താടാ വൈനൊക്കെളാ? ന്യൂ ഇയറിന് നല്ലതായിരിക്കും. ഇത് പെൻസിൽ ബോക്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലായി? ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് എന്താണെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ 2025 ഡയറി കണ്ടപ്പോൾ കുറച്ച് നോക്കി, ബട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. അവിടെ ഭയങ്കര റേറ്റ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഞാൻ ലോക്കൽ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. നമ്മൾ ഇത് വെച്ച് പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. വേഗം ബില്ല് ചെയ്തു ഇറങ്ങി. എന്നുവെച്ചാൽ ലിഫ്റ്റ് തുറക്കണേണ്ടായിരുന്നില്ല. ലിഫ്റ്റ് ആകെ സീനായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് എന്തൊക്കെ ബ്രാൻഡ്സ് ഉണ്ട് എന്നൊക്കെ നോക്കി. അവിടെ കുറച്ച് ബ്രാൻഡ്സേ നമ്മൾ കണ്ടുള്ളൂ. ഷോപ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ. റാബിറ്റ് ഉണ്ട്, US ഉണ്ട്, ബീയിങ് ഹ്യൂമൻ, മാക്സ് കളഞ്ഞിട്ടുണ്ട്. എടാ ഇതിന് നല്ല മറ്റേ ലക്ഷറി ഫീലാണ് ശരിക്കും. ഇത് നല്ല പാൻസിൻ്റെ ഒക്കെ കൂടെ ഇടുകയാണെങ്കിൽ സത്യം ഇഷ്ടമായി ഗൈസ്. 1999
ഇവിടെ കളക്ഷനൊന്നും ഇല്ല. പാൻസിന് കുറേ ഓപ്ഷൻ ഉണ്ട് തോന്നി, ഷർട്ടിനും മാക്സിയിൽ നിന്ന് ഇറങ്ങി നൈക്കയിൽ കയറി. നൈക്കയിൽ 10 ഷീറ്റ് മാസ്ക് എടുത്തു. കെ ബ്യൂട്ടിയുടെ തോന്നുന്നു ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ കുറേ ഷെയ്ഡ് ട്രൈ ചെയ്തു. ബട്ട് എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് ആ ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡിൻ്റെ അത്ര വന്നില്ല. പിന്നെ ഞാൻ 10 മാസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ റൂഫ് ടോപ്പിലൊന്നും പോയില്ല. നമ്മൾ ഇതിനു വേണ്ടി ക്യൂ കണ്ടപ്പോൾ വി തോട്ട് ദാറ്റ് പാർക്കിംഗ് ഫീസ് ഉണ്ടെന്ന് തൊട്ട് അങ്ങനെ ഒരു പാർക്കിംഗ് ഫീസ് ഇല്ല. ഞാൻ അന്ന് പോയപ്പോൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നോന്നറിയില്ല. എൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എനിവേ ബൈ ഫ്രം വിക്കിഎം സ്റ്റോറി.